നമ്മൾ ഈ ചാക്കിനകത്ത് ഇല വെട്ടിയിടുന്നത് കണ്ടോ. ഇത് ഇങ്ങനെ ഇല വെട്ടിയിടും. ഒരു 200-250 ഇല വീതം ഒരു ചാക്കിനകത്ത് കണക്കാ ഇങ്ങനെ വെട്ടിയിട്ടിട്ട് ഇതിപ്പോ കുറച്ച് ഇല ഉണ്ടായിണ്ട. എന്നിട്ട് ഈ ചാക്കിന്റെ രണ്ടറ്റം നമ്മളിങ്ങനെ പിടിച്ച് ഈ ഭാഗം അങ്ങോട്ട് ചുരുട്ടും. ചുരുട്ടി ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഫുൾ അങ്ങ് ടൈറ്റ് ആവും. എന്നിട്ട് ചുരുട്ടിയിട്ട് ഇടയ്ക്ക് കെട്ടി ഇവനെ നമ്മൾ വണ്ടിയിലോട്ട് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇടുന്നില്ല. ഇല പൊട്ടത്തുമില്ല, ഒന്നുമില്ല. നമുക്ക് കൈകാര്യം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇല പൊട്ടിപ്പോവും. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമ്മളിപ്പോ കാറിനകത്തോ ബൈക്കിനകത്തോ കൂടുതൽ ഇല വരുന്നെങ്കിൽ പിക്കപ്പ് കൊണ്ടുവന്ന പിക്കപ്പിനകത്തോട്ട് ഈ സാധനം വാരിയിട്ട് 10 കെട്ടോ 15 കെട്ട് കെട്ടിട്ട് അവിടെ കൊണ്ട് കൊട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരില പോലും പോകത്തില്ല. നമുക്ക് കൈകാര്യം ചെയ്യാൻ ഭയങ്കര എളുപ്പം. ഇത് കണ്ടില്ല. അല്ലാതെ നമ്മൾ ഇത് കണക്ക് ഇല എടുത്ത് നമുക്ക് ഇതിപ്പോ നമ്മള് ബൈക്കിനകത്താണ് വെക്കാൻ പോകുന്നത്. ഇപ്പൊ ബൈക്കിനകത്താണ് നമ്മൾ വന്നത്. അതുകൊണ്ട് ഇപ്പൊ രാവിലെ ഒരാൾക്ക് 25 ഇല വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ വെട്ടിയ ഇലകൾ ഫുള്ള് തീർന്നു. അപ്പൊ രാവിലെ ഇപ്പൊ വിളിച്ച് പറഞ്ഞതാ. രാജീവേട്ടാ, എന്തുകൊണ്ട് രാവിലെ എന്താ പരിപാടി? രാവിലെ ഇതല്ലേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. തോട്ടത്തിലാണല്ലേ? വാഴത്തോട്ടത്തിൽ. ഇത് നമ്മുടെ ഇലകൃഷിയാ കേട്ടോ. ഇലകൃഷിയാ? ഇലകൃഷി. ഈ കൊലകൃഷിയല്ല. ഈ ഉണക്ക സമയത്തെ നമ്മുടെ ഈ ആൾക്കാർക്കൊക്കെ നല്ല ഇലയിട്ട് സദ്യ കൊടുക്കണ്ടേ. കേരളീയരുടെ ഒരു പ്രത്യേകതയാണല്ലേ ഇലയിട്ട സദ്യ. നമ്മുടെ ഈ ഇലയിൽ നല്ല തുമ്പലയില് സദ്യ അത്യാവശ്യം. ഈ ഇലക്ക് എന്താ പറയുക? ഓരോരുത്തര് തുമ്പല, നാക്കല, പൂശനല, ഓരോ സ്ഥലത്ത് ഓരോരുത്തരുടെ അറിവിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പേര്. നമ്മള് പൊതുവെ തുമ്പല എന്നങ്ങ് പറയും. അത് ശരിയാ. ഇന്ന് ഓർഡർ ഉണ്ടോ? നമുക്ക് എന്നും ഓർഡറാ. നമുക്ക് ഓർഡർ ഇല്ലാത്ത ദിവസങ്ങളില്ല. ഉള്ളവരെ ഇത് ഹോട്ടലുകാരാണോ കാറ്ററിംഗുകാരാണോ? എങ്ങനെയത്? ഇപ്പൊ അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഹോട്ടല്, കാറ്ററിങ്, തട്ടുകട, ക്ഷേത്രങ്ങള്, അത്യാവശ്യം ഒരു 5 പേര്, 5 കൂടുതൽ ആൾക്കാർ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാര്. നേരത്തെ വീട്ടിലൊക്കെ ചില്ലറയായിട്ടും കൊടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ വരുന്നവർക്ക് ഏത് സമയത്ത് ഒരിലയായാലും നമ്മൾ കൊടുക്കും. അത് ശരി. ഒരിലയായാലും കൊടുക്കും. എല്ലാവരും ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും വീട്ടിൽ വന്ന ഈ സാധനം എടുത്തു പോകുന്നത്. പിന്നെ അപൂർവം ആൾക്കാർക്കേ ഉള്ളൂ കൊണ്ടു കൊടുക്കേണ്ടി വരുന്നത്. അത് വലിയ വലുതും ചെറുതൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ റൂട്ട് പോകുന്നുണ്ട്. ആഴ്ചയിൽ ഒരു 3 ദിവസം 3 സ്ഥലത്തായിട്ട് റൂട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ റൂട്ട് പോകുന്ന വഴിക്ക് ഓർഡറുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഓർഡറും കൊടുക്കും. ഇപ്പൊ നമ്മൾ എവിടം വരെയൊക്കെ കൊടുക്കുന്നുണ്ട്? ഞാൻ ഇവിടുന്ന് എന്താ ദൂരം വരെ പോയിട്ടുണ്ട്? ഞങ്ങള് ഹരിപ്പാട്, കായംകുളം, പത്തനാപുരം, പുനലൂര്, പിന്നെ അടൂര്, കൊല്ലം, കുണ്ട്ര, ആറ്റിങ്ങല്, നിലമേല്, ചടയമംഗലം. അത്യാവശ്യം അറിയപ്പെടുന്ന ആള് തന്നെ. അത്യാവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ കൊണ്ടു കൊടുക്കും. അവിടെ നിന്നെല്ലാം നമുക്ക് ഓർഡർ ഉണ്ട്. ഞാൻ ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടൻ്റെ അടുത്ത്. ഈ കുഴപ്പിക്കാനല്ല, ഇത് നമ്മള് എന്റെ കൊച്ചുനാൾ മുതൽ കാണുന്ന ഒരു കൃഷിയാണ് വാഴകൃഷി. അത് തീർച്ചയായിട്ടും നല്ല മുന്തിയ കൊലകൾ കിട്ടാൻ വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് നമ്മൾ കൊലയല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കൊലയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇല മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കൊലകൾ കണ്ടില്ലേ? ജസ്റ്റ് ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ? നമുക്ക് കാണിക്കാതെ അത് യാദൃശ്യമായിട്ടൊക്കെ ഇങ്ങനെ പറ്റി പോന്നേ. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, എനിക്ക് മെയിനായിട്ട് കൃഷിയോടാണ് താല്പര്യം കൂടുതൽ. കുറച്ചുനാള് പുറത്തോട്ടൊക്കെ നിന്നിരുന്നെങ്കിൽ കൃഷിയോടാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് താല്പര്യം. അപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പം ആ കൃഷി കൊണ്ട് നമുക്ക് ഉള്ള കാര്യങ്ങൾ നടക്കണം. നമ്മുടെ കൃഷിയെ ഒരാൾ അനുകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കണമെന്ന്, ഒരു വ്യത്യസ്തമായ ഒരു മേഖല തിരഞ്ഞെടുക്കണമെന്ന് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനൊരു പരീക്ഷണം നടത്തിയപ്പോൾ ഇത് കൊള്ളാം. അപ്പൊ ഇത് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. എന്റെ അറിവില് ഇപ്പൊ ഈ ഒരു പരിസരത്ത്, ഈ കൊട്ടാരക്കര പരിസരത്ത് അങ്ങനെ ഒരാളുള്ളതായിട്ട് എനിക്കറിയത്തില്ല. അപ്പൊ നമ്മളിത് ഇപ്പൊ 4-5 വർഷത്തോളം ആവുന്നു. അപ്പൊ അതിനുശേഷം കുറെ ആൾക്കാര്, സാഹചര്യം ഉള്ളവര്, അത് കുറെ ആൾക്കാരൊക്കെ ഇത് അനുകരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കൊല. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചില വാഴകളൊക്കെ ഇങ്ങനെ കൊലയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ കൊലയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. കൊടുക്കുവോ ഈ കൊല? ഇല്ല, ഇത് കൊടുക്കത്തൊന്നുമില്ല. ഇതിപ്പം നമ്മൾ ഈ ഇല വെട്ടുന്നതിന്റെ കൂട്ടത്തിൽ പരുവാകുമ്പോൾ വെട്ടി വീട്ടിൽ കൊണ്ടുവെക്കും. കുറച്ച് നമ്മൾ ഉപയോഗിക്കും, പിന്നെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഈ വരുന്ന ആൾക്കാർ ഇല എടുക്കാൻ വരുന്നവർക്കൊക്കെ 1-2 ഒക്കെ കൊടുത്ത് വിൽപ്പനയ്ക്കായിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടി കൊല ഇല്ല നമ്മുടെ. ഇത് പിന്നെ ഈ നമ്മള് രാസവളങ്ങളൊന്നും ചേർക്കാത്തുള്ള ഒരു പരിപാടിയായത്. ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ഈ ചാണകപ്പൊടി, കോഴിവളം,
അങ്ങനെയുള്ള വളങ്ങളിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ജൈവമായിട്ടുള്ള ഒരു സാധനമാണ് കൊലയൊക്കെ. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളും. ഇതേത് വാഴയാണ് ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ കൂടുതലും ഞാലിപ്പൂനും പിന്നെ ഈ ഇലവാഴ, ഇലയ്ക്ക് വേണ്ടി വെട്ടുന്ന ടൈപ്പ് വാഴകളുണ്ട് ഈ കോയമ്പത്തൂർ സൈഡൊക്കെ. അതിന്റെ കുറച്ച് വിത്തുകളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഈ കാലാവസ്ഥയിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവത്തില്ല. നമ്മൾ കൂടുതലും ഞാലിപ്പൂന. ഇപ്പൊ നമുക്കിവിടെ എത്രത്തോളം വാഴയുണ്ട്? ഇത് ഇപ്പൊ ഏതാണ്ട് ഒരു 4 ഏക്കർ. 4 ഏക്കർ വാഴയാ? ഇതൊരു 4 ഏക്കറാ. അപ്പൊ ഇതിനകത്തൊരു 80% ഇപ്പൊ വാഴയുണ്ട്. ബാക്കി ഒരു 20% വാഴ ഇനിയിപ്പോ വെക്കാനായിട്ടാണ്. പിന്നെ ബാക്കി ഇതേ കണക്ക് ഇപ്പൊ ഒരു 3-4 സ്ഥലത്തായിട്ടാ കുറച്ച് സ്ഥലങ്ങൾ ആയിട്ടുള്ളടത്താ. എല്ലായിടത്തും വാഴയാ. എല്ലായിടം വാഴ. നമ്മള് എത്ര ഓർഡർ വരെ ഒരു ദിവസം കൊടുക്കാൻ പറ്റും? ഓർഡർ ഞങ്ങളൊരു സദ്യയിലേക്കാണെങ്കിൽ ഒരു 15,000 വരെയൊക്കെ കൊടുക്കും. അതിനപ്പുറത്തേക്ക് പാടാം. അതിനപ്പുറത്തേക്ക് ഓടി പോകത്തില്ല. എല്ലാം നമ്മൾ ഇല നമ്മുടെ ഈ കൈവശം കാണും. പക്ഷേ എന്ന് പറഞ്ഞാൽ അത് വെട്ടി കൃത്യ സമയത്ത് ഒന്നും അവർക്ക് കൊണ്ടുകൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഒരു മാക്സിമം ഒരു 15-16 വരെ. അതിനപ്പുറത്തേക്ക് പോകത്തില്ല. അതിനപ്പുറത്തേക്ക് പോകത്തില്ല. 15-16 കൊടുക്കും. അത് ഈ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 6,000 വരെ 7,000 വരെയൊക്കെ. ഇപ്പൊ അടുത്ത് കൊല്ലത്ത് ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് 10 ദിവസത്തേക്കുള്ള നമ്മളെ കൊടുത്തപ്പോഴെന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ കണക്ക് 4,000 തൊട്ട് മേലോട്ട് 7,000 വില വരെ. അങ്ങനെ 2 അമ്പലത്തിലെ ഉത്സവത്തിനുള്ള ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഈ 15,000 വില ആയി കഴിഞ്ഞു. ഇപ്പൊ ഉത്സവ സീസൺ അല്ലേ. ഇപ്പൊ അടുത്ത ആഴ്ച പൊല്ലൂര് ഒരു അമ്പലത്തിലേക്കുണ്ട്. അമ്പലങ്ങളെ എന്തായാലും വാഴയില ഉപയോഗിക്കുമല്ലോ. ഇപ്പൊ ഒരുവിധപ്പെട്ടവരെല്ലാം വാഴയില ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം അവിടെ എവിടെയൊക്കെ ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ നമ്മളെ പോലുള്ളവർ ചെയ്യുന്ന, ഇപ്പൊ നിങ്ങൾ തന്നെ ഈ വീഡിയോ ചെയ്ത് ഇത് പുറത്ത് അറിയുമ്പം ഇങ്ങനെ എടുത്ത് ഇല കിട്ടാനുണ്ട്, അവരെ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പൊ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് അവർക്ക് പറ്റുന്ന രീതിയാണെങ്കിൽ അവർ പറയും. അതൊക്കെ നമ്മൾ കൊണ്ടെത്തിക്കും. ഒരുവിധ കല്യാണ ഓർഡറുകളൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു സമയം നമ്മൾ പറയും. നമ്മൾ പകലൊന്നും കൊണ്ട് കൊടുക്കത്തില്ല. ഇപ്പൊ നാളെ കല്യാണം ആണെങ്കിൽ രാത്രി ഒരു 9 മണിക്ക് 10 മണിക്ക് മുമ്പ്, തലേന്ന് രാത്രി ഒരു 9 മണി ആ സമയത്തെ കൊണ്ടു കൊടുക്കത്തുള്ളൂ. നമ്മള് സന്ധ്യ കഴിഞ്ഞ ഈ ഡെലിവറിക്ക് പോകത്തുള്ളൂ. അല്ലാതെ പകല് നമുക്ക് പറ്റത്തില്ല. പകല് ഇതിന്റെ ഇടയ്ക്ക് രണ്ടും കൂടെ നടക്കത്തില്ല. ട്രാവലിംഗും പാടാ. അപ്പൊ നമ്മൾ രാത്രി സന്ധ്യ ആകുമ്പോൾ 7-7:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ജോലി കഴിയുമ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മള്. ഇതിനകത്തെ ഞാൻ കണ്ടതേ, നമ്മള് ഒരു വാഴ നടന്ന ഒരു മൂട്ടിൽ ഒരെണ്ണോ. പക്ഷെ ഇതിനകത്ത് ഇപ്പം കണ്ടേക്കുന്നത് ഒരു മൂട്ടി 4, 5, 3, 4 3 ഇത് നമ്മളെല്ലാം ഓരോ വിത്ത് തന്നെ നടുന്നത്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ആൾക്കാര് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ആൾക്കാർക്ക് പാടാ കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2-3 വർഷമായ വാഴകളാണ്. 2-3 വർഷമായി ഇത് വെച്ചിട്ട്. ഇത് വലിയ വാഴകൾ ഇതേണൊക്കെ വലുതാവുന്ന അതങ്ങ് പോയി കഴിഞ്ഞിട്ട് ബാക്കി ഇതിന്റെ വിത്തുകളാണ് ഇങ്ങനെ പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. അതിന്റെ ചോട്ടി 2-3 ഒക്കെ നിൽക്കുന്നത്. പിരിച്ചു നടാറില്ല? ഇല്ല, പിരിപ്പൊന്നുമില്ല. ഇതിപ്പോ ഈ മാണം പല്ലായി പോവുക അങ്ങനൊന്നുമില്ല. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വരത്തില്ല. വലിയ കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ 1-2 വാഴ കേടായി പോയതും ഉണക്ക സമയത്തൊക്കെ ഇത്രയും പച്ചപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനകത്തെല്ലാം വെള്ളം അടിച്ച്, ഇതിനകത്തെല്ലാം മോട്ടർ വെച്ചിട്ടുണ്ട്. വെള്ളം അടിച്ച് നിറച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതൊരു തീരെ അങ്ങ് ഇല കുറയുന്ന ഒരു സമയം വരുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ വീണ്ടും JCB റീപ്ലാന്റ് ചെയ്ത് വീണ്ടും അങ്ങ് ചെയ്യും. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ എത്ര നാൾ ഇങ്ങനെ നിൽക്കും ഇത്? അതുകൊണ്ടാണ് നമ്മൾ ഈ രാസവളങ്ങൾ അധികം പ്രയോഗിക്കാത്തത്. രാസവളങ്ങൾ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ വാഴ പെട്ടെന്ന് ഒരുപാട് ഹൈറ്റിൽ പെട്ടെന്ന് അങ്ങ് വളരും. അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. നമുക്ക് ഒരുപാട് വലിയ സൈസ് ഇലകൾ നമുക്ക് വേണ്ടല്ലോ. നമുക്കൊരു സദ്യക്ക് കൊടുക്കുന്ന ഇല, പിന്നെ ഒരു ജസ്റ്റ് ഹോട്ടലുകാർക്ക് കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടെ നീളമുള്ള ഇല കൂടെ വേണം. അപ്പൊ അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ജൈവവളങ്ങളായി ചാണകപ്പൊടി, കോഴിവളം അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് നമ്മൾ ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ അപൂർവ സമയങ്ങളിൽ തീരെ അങ്ങ് വാഴ വളം എടുക്കാതെ വരുന്ന ഒരു സമയം ശകലം യൂറിയ കാണാം. അപൂർവ സമയങ്ങൾ വലിയ മഴയൊക്കെ ഉള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കും. അപ്പൊ രാസവളങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വാഴ ഒരുപാട് പെട്ടെന്ന് ഹൈറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ഈ ജോലികൾ നടക്കത്തില്ല. പിന്നെ അത്രയും വലിയ ഇലയുടെ ആവശ്യവും നമുക്കില്ല. നമുക്ക് തുമ്പലല്ലേ കൂടുതൽ ആവശ്യം. പിന്നെ ഹോട്ടലുകാർക്ക് ഇപ്പം 1000 തുമ്പല വെട്ടുമ്പോഴായിരിക്കും നമ്മളൊരു 300-400 വലിയ ഇല വെട്ടുന്നത്. അത് ഹോട്ടലുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ.